ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന നിയമസഭ, പക്ഷേ അതിർത്തികൾ പരിമിതികളൊക്കെ വിട്ട നടപടികളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ഇന്നിപ്പോൾ സഭയിൽ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സജീവമായി നിലനിർത്താനുള്ള പ്രതിപക്ഷ ശ്രമങ്ങളാണ്. അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ പരിധികളൊക്കെ വിട്ടിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് സഭയിൽ നടന്ന സംഭവവികാസങ്ങൾ? സ്വപ്ന, തീർച്ചയായും ഇന്ന് ഒരു അസാധാരണമായ നടപടിക്രമം തന്നെയാണ് സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായതെന്ന് തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടെന്ന് തികച്ചും വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ പ്രതിഷേധിക്കുന്നു, അതിനുശേഷം സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി സഭ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ സഭ സ്തംഭിപ്പിക്കുക എന്നൊരു നിലപാടിൽ ഉറച്ചായിരുന്നു പ്രതിപക്ഷം എത്തിയത്. അതായത് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറയുന്നു സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന്. കാരണം SITയുടെ അന്വേഷണത്തെ സർക്കാർ ഇടപെടുന്നു, മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. ഈ SIT അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്, വിലങ്ങുതടിയായി സർക്കാർ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇടപെടൽ നടന്നു. കാരണമായി അതിന് പറഞ്ഞത് ഈ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കുറ്റപത്രം 90 ദിവസമായിട്ട് SIT നൽകുന്നില്ല. SIT നൽകാത്തതിന് കാരണം മുഖ്യമന്ത്രി ഓഫീസിലെ ഇടപെടലാണ്. SITക്ക് നേരായ രീതിയിൽ മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രതികളും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക, ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാവുക. അതുകൊണ്ട് അത് ഉയർത്തിക്കാട്ടി സഭാ നടപടികളുമായി സഹകരിക്കില്ല, ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും തുടരുന്നു. ഇതിനോടകം തന്നെ നമുക്കറിയാം 2 MLA സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം ഇരിക്കുകയാണ്. AK മഷ്റഫും അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ, ഈ 2 MLA സത്യാഗ്രഹ സമരം ഇരിക്കുന്നു. അതിനു പുറമെയാണ് സഭയിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭയ്ക്കകത്ത് പ്രതിഷേധം തുടരാനുള്ള തീരുമാനമെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞ ഉടൻ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. സ്പീക്കറുടെ ചേംബറിനടുത്തു നിന്ന് കുത്തിയിരുന്ന് സ്പീക്കർ മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധ ബഹളമുണ്ടായി. എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടില്ല. ചോദ്യോത്തരവേള അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായി ഉണ്ടായിരുന്നത്. കാരണം പ്രതിപക്ഷം കരുതിയത് ചോദ്യോത്തരവേള വലിയ രീതിയിലെ പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുമ്പോൾ ചോദ്യോത്തരവേള തടസ്സപ്പെടുക അല്ലെങ്കിൽ സ്പീക്കർ ചോദ്യോത്തരവേള നിർത്തിവെക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ നടപടി ഉണ്ടായില്ല. ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ബഹളം നടക്കുകയാണ്. സ്വപ്ന, നേരത്തെ ഈ ബഹളം തുടർന്നു. സ്പീക്കറുടെ ചേംബറിലേക്ക് അൻവർ സാദിഖ് MLA അടക്കമുള്ള 3 MLA അകത്തേക്ക് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. നേരത്തെ സ്പീക്കർ അവിടെ നിന്ന് ചെയറിൽ നിന്ന് നേരത്തെ ഭരണപക്ഷം പ്രതിപക്ഷം സ്പീക്കർ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ അവിടെ നിന്ന് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്പീക്കർ തിരികെ സീറ്റിലേക്ക് വന്നിട്ടുണ്ടോ? നമുക്കറിയാം, ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് ആവർത്തിക്കുകയാണ് ഭരണപക്ഷം. മറ്റൊരു വിഷയവുമില്ലാത്തതിനാൽ ഈ ഒരു വിഷയം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. അതാണ് ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതായത് സ്വപ്ന, സ്പീക്കറുടെ ഡയസിലേക്ക് കയറുമ്പോൾ നേരത്തെ തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് അൻവർ സാദിഖ് MLA അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. സ്പീക്കറിന്റെ ചേംബറിലേക്ക് വലത് കാൽ എടുത്തു വെച്ച് അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ വാച്ചന്മാർമാർ സ്പീക്കറെ അപ്പോൾ തന്നെ അകത്തേക്ക് കൊണ്ടുപോകുകയും അതിനുശേഷം 20 മിനിറ്റ് സഭാ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷം സഭ വീണ്ടും പുനരാരംഭിച്ച ശേഷം അതേ നിലപാട് തന്നെ പ്രതിപക്ഷം വീണ്ടും ചേംബറിൽ, അതായത് സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നു. അത്യന്തം നാടകീയമായ അസാധാരണമായ നടപടിക്രമങ്ങളിലേക്കാണ് സഭാതലം മാറുന്നത്. വലിയ രീതിയിലെ പ്രതിഷേധം സഭ പ്രക്ഷുബ്ധമാക്കുകയാണ്. ചോദ്യോത്തരവേള കഴിഞ്ഞു, അതിനുശേഷം ശൂന്യവേളയിലേക്ക് കടന്നപ്പോഴാണ് അതാ വീണ്ടും സ്പീക്കറിനകത്തേക്ക്, സ്പീക്കറുടെ ഡയസിനകത്തേക്ക് പ്രതിപക്ഷ MLA സ്പീക്കറുടെ ഡയസിനകത്തേക്ക് കയറുകയാണ്. അതായത് സ്പീക്കർ ഇപ്പോൾ സഭയിൽ സ്പീക്കറില്ല, അദ്ദേഹത്തിന്റെ ചേംബറിൽ നിന്ന് അദ്ദേഹം പോയി അകത്തേക്ക് കയറി. അത് വാച്ചന്മാർമാർ വന്ന് സ്പീക്കറെ അകത്തേക്ക് കൊണ്ടുപോയി. സ്പീക്കർ ഇപ്പോൾ ഇല്ല. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കകത്തേക്ക് കയറി ചേംബറിനകത്തേക്ക്, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ MLA ഉൾപ്പെടെ ചേംബറിനകത്തേക്ക് കയറുന്നു. മുഴുവൻ MLA ചേംബറിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നു. വാച്ചന്മാർമാർ വന്ന് ചുറ്റുമുള്ള അസാധാരണമായ വലിയ രീതിയിലുള്ള സംഘർഷമായ സാഹചര്യത്തിലേക്കാണ് സഭാതലം മാറുന്നത്. സ്പീക്കർ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ചേംബറിൽ നിന്ന് അദ്ദേഹത്തെ ചെയറിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം.
വാച്ചന്മാർ പൂർണ്ണമായും ചേംബർ പൂർണ്ണമായും വാച്ചന്മാർ വളയുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സഭ വീണ്ടും സ്തംഭിച്ചു. അതായത് ഒരു 20 മിനിറ്റോളം സഭ സ്തംഭിച്ചു. സഭാ TV വീണ്ടും 20 മിനിറ്റ് സഭാ നടപടികൾ പൂർണ്ണമായും സ്തംഭിച്ചു. അതിനുശേഷം സഭ പുനരാരംഭിച്ച സമയത്താണ് വീണ്ടും പ്രതിഷേധവും ബഹളവുമായി MLA-മാർ വീണ്ടും അകത്തേക്ക് കയറുന്നത്. അതായത് ഈ നേരത്തെ തന്നെ സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് കയറുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം സഭ പുനരാരംഭിച്ചപ്പോൾ നിയമമന്ത്രി P. രാജീവാണ് മറുപടി നൽകിയത്. അത് P. രാജീവ് പറഞ്ഞത് ഇത് ഹൈക്കോടതിയുടെ മുന്നിലുള്ള വിഷയമായതിനാൽ ഇതിലും പുറത്തുനിന്ന് SITക്ക് ഒരു അന്വേഷണം ഉണ്ടാവുകയില്ല. എന്നാൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു ഹൈക്കോടതിയിൽ പരാമർശമുണ്ടായതുപോലും അത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണ് അത്തരത്തിൽ പരാമർശമെന്ന് നിയമമന്ത്രി P. രാജീവ് സഭയിൽ പറയുന്നു. പിന്നെയും വീണ്ടും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാകുന്നു സഭയ്ക്കകത്ത്. അതിനുശേഷമാണ് വീണ്ടും സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് ചേംബറിനകത്തേക്ക് അതിക്രമിച്ച് കയറാൻ പ്രതിപക്ഷ MLA-മാർ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇതേ തുടർന്ന് വീണ്ടും വാച്ചന്മാർ ഇടപെടുന്നു. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ആ ദൃശ്യങ്ങളൊന്നും സഭാ TV കാണിക്കുന്നില്ല. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ സഭ വീണ്ടും. തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ പതിവിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി 2 തവണയാണ് ഇന്ന് സ്പീക്കർ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വരികയും പിന്നീട് പോവുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടത്. അൺഫിലി നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ സഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുക, ഒപ്പം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ അവസാനിപ്പിക്കുക. പക്ഷേ ഈ 2 കാര്യത്തിലും ഭരണപക്ഷത്തിന്റെ നിലപാട് ഇത് ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യങ്ങളാണ്, ഹൈക്കോടതിയുടെ വിധികളെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം തള്ളുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ. നമുക്കറിയാം, ഈ ഒരു തിരഞ്ഞെടുപ്പ് കൂടി ആസന്നമായ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം അങ്ങേയറ്റം സജീവമായി നിർത്തേണ്ടത്, അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും അങ്ങേയറ്റം സജീവമായി നിർത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ സഭയിൽ കാണുന്നത്.